Yeah, like and subscribe. അധികം സൈഡ് എഫക്ട് ഉണ്ടാവില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മലേഷ്യയിലെ ആദ്യത്തെ എപ്പിസോഡിലൊക്കെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാത്രി സ്റ്റേ ചെയ്ത് ഒരുപാട് രസങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ സ്റ്റേ ചെയ്ത് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യാൻ പോവാണ്. ബാഗ് സെറ്റായി നമ്മുടെ ചങ്കിത കുളിച്ച് മുട്ട റെഡി നിൽക്കാണ്. ബ്രെഡൊക്കെ സെറ്റാക്കി ഇന്നലെ കഴിച്ച ബാക്കി ബ്രെഡൊക്കെ ഉണ്ട്. അതായത് ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, വേസ്റ്റ് ചെയ്തില്ല. കാരണം അങ്ങോട്ട് നമുക്ക് എന്തായാലും മണി സേവ് ചെയ്യാൻ പറ്റുമോ? മണി സേവ് മാത്രമല്ല, ഇന്ത്യയുടെ ഫുഡ് കഴിക്കണം നിർബന്ധമാണല്ലോ. എത്രത്തോളം ടേസ്റ്റ് അതിന്റെ ഉദ്ദേശം, ഉള്ളിലുള്ള ഉദ്ദേശങ്ങൾ പുറത്തുള്ള അറിയാം. ഇങ്ങനെ ബോട്ടിൽ പോലും ഞങ്ങൾ കളയുന്നില്ല, കാരണം വെള്ളം എടുക്കാൻ വേണ്ടി. കാരണം ഒരു ബഡ്ജറ്റ് ട്രിപ്പ് എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവുമല്ലോ, അവർക്ക് നല്ല യൂസ്ഫുൾ ആവും. അപ്പോ നമുക്ക് മലേഷ്യയിലെ മനോഹരമായ കാഴ്ചകൾ കാണാം. ഇന്ത്യയിലെ ടൈം വെച്ച് കമ്പയർ ചെയ്തിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ബുദ്ധിമുട്ടാവും. കാരണം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സ്റ്റാൻഡേർഡ് ടൈമാണ് ചെക്കൗട്ടും ചെക്കിനൊക്കെ. കാരണം ചെക്കൗട്ട് വരുന്നത് 12 PM ആണ്. അതായത് മലേഷ്യയിൽ 12 മണിയാണ് വരുന്നത്. ചെക്കിങ് വരുന്നതും 2 മണിക്കാണ്. അപ്പോൾ അതേപോലെ യാത്ര പ്ലാൻ ചെയ്യുന്നവരൊക്കെ അതനുസരിച്ച് പ്ലാൻ ചെയ്യാം. നമ്മൾ ഹോട്ടൽ വെക്കേറ്റ് ചെയ്യാൻ നോക്കുമായിരുന്നു. അപ്പോൾ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ഓക്കെ ഞങ്ങൾ ഫോട്ടോ ഒന്ന് തരുമോ എന്നൊക്കെയുള്ള ചോദിച്ച സമയത്ത് നമ്മൾ സെയിനും നമ്മളെ വ്ളോഗും കാര്യങ്ങളും പിന്നെ യൂട്യൂബ് സബ്സ്ക്രൈബ് ഓപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന മൂപ്പർ നല്ല ഹാപ്പിയാണ്. അപ്പോൾ മൂപ്പർക്ക് ഒരു ഫോട്ടോ, നമ്മളെ ഫോട്ടോ അങ്ങോട്ട് കൊടുക്കാൻ പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ മൊത്തത്തിൽ കൊടുത്തു. ഇവിടെ വന്നപ്പോൾ സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. അപ്പോൾ നമ്മൾ ചായ കുടിച്ച്, അപ്പോൾ ഞാൻ ചായ കുടിച്ചിട്ട് പൈസ കൊടുത്തപ്പോൾ പൈസ വാങ്ങിയില്ല. ബ്ലോഗർ ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തുകൊണ്ട് പൈസ വാങ്ങിയിട്ടില്ല. ഓക്കെ, നമ്മൾ ഇവിടെ ആയിരുന്നു ഇന്നലെ സ്റ്റേ ചെയ്തത്. KL സെന്ററിലേക്ക് പോവാണ്. KL സെന്ററിൽ പോയിട്ട് പോകണം, അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ഹോട്ടലിൻ്റെ ഔട്ട് സൈഡുള്ള വൈബ്. ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഒരു ചെറിയ മോള് പോലെയാണ്. പർച്ചേസ് ചെയ്യാം, ഫുഡ് ഐറ്റംസ് ആയാലും എല്ലാ ഐറ്റംസും ഉണ്ട്. കണ്ടോ, ഇതാണ് നമ്മുടെ ഹോട്ടലിലെ സ്റ്റാഫ്. നൈജീരിയക്കാരാണ്. അപ്പോൾ നൈജീരിയ വരെ സർവീസ് ഫാൻസിനെയും കിട്ടി. Hi, hello, I'm from Nigeria, Kano, Nigeria. Yeah, all is great here. Next time I definitely come here. Yeah, inshallah, you should. നമ്മൾ വണ്ടി എന്തായാലും എത്തി. ഇവിടെ നേരെ KL സെന്ററിലേക്കാണ്. Yes, yeah, from here you will take you to Salat Tinggi. Okay, Salat Tinggiലേക്കാണ്. Then from there to KL Center. Okay, അവിടെ നേരെ പോകുന്നത് KL സെന്ററിലേക്കാണ്. അവിടുന്ന് ട്രെയിൻ വിളിച്ചാൽ പോകുന്നത്. കാരണം എല്ലാവരും പോകുന്ന പോലെ കുറച്ച് വെറൈറ്റി വേണം. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറ്റി പിടിച്ചു. ട്രെയിനിൻ്റെ എക്സ്പീരിയൻസ് കൂടി ഞങ്ങൾ ഏതായാലും പഠിക്കാം. Okay, brother. നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പോയിട്ട് വേണം, അവിടുന്ന് നമ്മൾ ട്രെയിൻ വഴിയാണ് KL സെന്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സിൻ്റെ കണ്ടിട്ട് ഞാൻ ഡയറക്റ്റ് KL സെന്ററിൽ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടി ട്രെയിൻ എക്സ്പീരിയൻസ് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ട്രെയിനിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടുത്തെ ട്രെയിനിൻ്റെ എക്സ്പീരിയൻസും ഇവിടുത്തെ എക്സ്പ്ലോർ ട്രെയിനിൽ എങ്ങനെ ചെയ്യാം, അതിൻ്റെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൂടിയാലോ. അതുകൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോകുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷനെത്തി. ഇവിടെ നിന്ന് പോയിട്ട് ട്രെയിനിൻ്റെ ടൈം ചോദിക്കണം. ഇവിടെ നിന്ന് നേരെ KL സെൻറ്ററിലേക്കാണ് പോകുന്നത്. നമ്മൾ ERL സെൻറ്റർ എന്നുള്ള ഒരു സ്പേസിലാണുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് KL സെൻറ്റർ. KL സെൻറ്റർ മീൻസ് കോലാലംപൂർ സെൻറ്റർ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിന്ന് ഇപ്പോൾ KL സെൻറ്ററിലേക്ക് 36 രൂപയാണ്. അതായത് പെർ പേഴ്സൺ ഹൗ മച്ച്? 1836, അതായത് 1836 ഒരാൾക്ക് വരുന്നത്. ടോട്ടൽ വന്നിരിക്കുന്നത് 30 സംതിങ് ആണ്. ട്രെയിൻ എപ്പോൾ ഏത് ബൈക്കാണെന്നുള്ള ചോദിച്ചു. അപ്പോൾ വിച്ച് പ്ലാറ്റ്ഫോം? പ്ലാറ്റ്ഫോം 2. ഓക്കെ, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. നമുക്ക് ഏതായാലും ചെക്കിൻ ചെയ്തിട്ട് അകത്തോട്ട് കയറാം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു. 18.30 വരുന്നത് ട്രെയിൻ ടിക്കറ്റ്. ഇവിടുന്ന് നേരെ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വരുന്നത്. ഇവിടുന്ന് നേരെ KL സെൻറ്ററിലേക്കാണ്. അപ്പോൾ ട്രെയിനിലെ ഒരുപാട് വിശേഷങ്ങൾ കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കുന്നു. ഇതാണ് സ്റ്റേഷനിലെ ടോപ്പ് വ്യൂ. അല്ല, വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ദൂരെ കാണുന്നുണ്ട്, അവിടെ സ്റ്റേഷൻ്റെ ഓഫീസ് കാണുന്നുണ്ട്. വേണ്ട, ഇതാണ് സ്റ്റേഷനിലെ വ്യൂ. ഞാൻ വന്നിരിക്കുന്ന സ്റ്റേഷനിലെ വ്യൂ ആണ്.
പ്ലാറ്റ്ഫോം 1 and 2 ഇവിടെയാണ് കാണിക്കുന്നത്. പിന്നെ 3 and 4 കുറേ ഉണ്ടല്ലോ. ഓക്കെ, ഈ സ്റ്റെപ്പ് പോയി നമുക്ക് താഴോട്ട് ഇറങ്ങാം. പ്ലാറ്റ്ഫോം 1 and 2. ഓക്കെ 2 ഇവിടെ 2 ഉണ്ടല്ലോ. അങ്ങനെ ട്രെയിൻ എത്തിയിട്ടില്ല. ട്രെയിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഇവിടെ നിന്ന് 15 മിനിറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. KL സെൻറ്ററിലേക്ക് 15 മിനിറ്റ്. കാരണം KL സെൻറ്ററിൽ പോയിട്ട് വേണം അവിടെ നമുക്ക് അങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ. സെൻറ്ററിൽ പോകാൻ വേണ്ടി ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 2 എന്നാണ് പറഞ്ഞത്. അപ്പോൾ 2-ൽ ആളുകൾ കുറവാണ്. എനിക്കൊന്ന് ആളുകളൊക്കെ വേറെ എന്തെങ്കിലും ചൂസ് പോയെന്നറിയില്ല. പക്ഷേ ഈ സ്റ്റേഷനിൽ ഇപ്പോൾ ആൾ കുറവാണ്. അപ്പോൾ ഞങ്ങൾ തന്നെ ഒരു 6-7 പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ സ്റ്റേഷനിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി നന്നാണ്. വലിയ സ്റ്റേഷനൊന്നുമല്ല. ഇപ്പോൾ ഇതേപോലെ വേറെ സ്റ്റേഷൻ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഈ ഭാഗത്ത് ഇപ്പോൾ ഒറ്റ സ്റ്റേഷനേ കാണുന്നുള്ളൂ. ഇവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ അടിപൊളിയാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഉച്ചയായിട്ടും ചൂടൊന്നുമില്ല, തണുപ്പാണ്. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ രാവിലെ ഒന്നും ഇല്ലായിരുന്നു, ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. ഇവിടെ 18 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ വരുന്നത്. കറണ്ട് കേട്ടോ, കറണ്ട് ഇപ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത്. 18 ഡിഗ്രി സെൽഷ്യസ് വരുന്നുണ്ട്. ഇനി രാവിലെയും ഉച്ചയായിട്ടും ചൂടൊന്നുമില്ല. നല്ല ടെമ്പറേച്ചറും ചൂടും അതൊക്കെ കൂളിംഗ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് മഴ പെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ എത്തി. ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ പോരാളം പോകുന്ന രീതിയുണ്ട്. ഇതാണ് ട്രെയിൻ കണ്ട. ഞാൻ കൈ കാണിച്ച പറഞ്ഞാൽ കൈ കാണിക്കണം പറയുന്നത്. നല്ല അടിപൊളിയാണ്. ഓക്കെ, ഞങ്ങൾക്ക് നേരത്തെ സീറ്റ് കിട്ടാൻ നോക്കട്ടെ. This KLIA transit train is bound for KL Central. Next station. ഞാൻ ട്രെയിനിലേക്ക് കയറി. നമ്മുടെ നാട് പോലെ ഇല്ല, ചിന്തിക്കാനേ പറ്റുന്നില്ല ട്രെയിനൊക്കെ. കേരളത്തിലെ മെട്രോ ഞാൻ കയറിയിട്ടുണ്ടെങ്കിലും അതിനേക്കാളും എന്തുകൊണ്ടും കംഫർട്ട് എനിക്ക് അത്രയും ബെറ്റർ ആവുന്നുണ്ട്. സീറ്റുകളായാലും അതുകൊണ്ടാ ഏറ്റവും എടുത്തു പറയുന്നത് വെച്ചാൽ ഇവിടുത്തെ നീറ്റ്നെസ് തന്നെയാണ്. ഭയങ്കര നീറ്റായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല കംഫർട്ടബിളായിട്ട് ഇങ്ങനെ AC ഇരുന്നില്ല, സുഖല്ലേ, ഒരു രക്ഷയില്ല. അതായത് നമുക്ക് പുറമേത്തെ കാഴ്ച കാണിച്ചു. ഞാനിപ്പോൾ 5 മിനിറ്റോളം യാത്ര ചെയ്തു. ഒരു രക്ഷയില്ല കേട്ടോ. ലൈഫിൽ ട്രെയിൻ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് ഞാനിതിൽ ഉൾപ്പെടുത്തും. അതുകൊണ്ട് വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. കാരണം ഇനി ഇങ്ങോട്ട് വരുന്നവർക്ക്, ട്രെയിൻ ചൂസ് ചെയ്യുന്നവർക്ക് അതൊരു ഓപ്ഷൻ തന്നെയാണ്. കാരണം എമൗണ്ട് സേവ് ചെയ്യാനും ഒരുപാട് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാനും ട്രെയിൻ എന്തുകൊണ്ട് ബെറ്റർ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉൾപ്പെടുത്താം. ഞാനിപ്പോൾ നേരെ പോകുന്നത് KL സെൻറ്ററിലേക്കാണ്. അവിടെ പോയിട്ട് ആ KL സെൻറ്ററിൽ കിട്ടി വേണം അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ വാച്ച് യുവർ വീഡിയോ. എയർപോർട്ടിൽ നേരെ KL സെൻറ്ററിലേക്ക് മെട്രോ ഉണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആണ്. കാരണം ഇവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് 4ാമത്തെ സ്റ്റോപ്പാണ് KL സെൻറ്റർ വരുന്നത്. ഞാൻ ഈ ഭാഗത്താണ് കയറിയത്. കാരണം ഞാൻ എയർപോർട്ടിൽ നേരെ വന്ന് റൂം എടുത്തിട്ട് ഇങ്ങോട്ട് വന്ന് കയറിയാണ്. അപ്പോൾ ഇവിടുന്ന് ലാസ്റ്റ് സ്റ്റേഷനാണ് KL സെൻറ്റർ. നമ്മുടെ ബിഗ് ടൗൺ തന്നെയാണ് KL സെൻറ്റർ. അപ്പോൾ ഇവിടെ വേറെ സ്റ്റാഫിനോടൊക്കെ ഞാൻ പറഞ്ഞു KL സെൻറ്റർ എത്തുമ്പോൾ ഒന്ന് പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കേട്ടോ, ട്രെയിനിൻ്റെ ഉൾഭാഗമാണിത്. നല്ല അടിപൊളി വൈബാണ്. അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യിക്കുന്ന ER സ്റ്റേഷനിൽ നിന്ന് KL സെൻറ്ററിലേക്കാണ്. ഒരാൾക്ക് വരുന്ന റേറ്റ് ഞാൻ 18.30 വരുന്നത്. പക്ഷെ നല്ല എക്സ്പീരിയൻസ്, നല്ല അടിപൊളി വൈബിൽ യാത്ര ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടുത്തെ സീറ്റുകളാണെങ്കിൽ ഇവിടുത്തെ പോലെ യാത്രകളാണെങ്കിലും ഒരുപാട് എക്സ്പ്ലോർ ഉണ്ടാകും. ഈ വിഷുവിനെ കാണുന്നില്ല, പക്ഷേ ടൗൺ തന്നെ ടോട്ടലി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അത് ഇവിടെ നിന്നിട്ട് അടിപൊളി വൈബാണ്. കാരണം ആരുടെ ശല്യം ഇല്ലാതെ നല്ല AC-യിൽ കംഫർട്ടായിട്ട് ഇരുന്നിട്ട് നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാം. നമ്മുടെ നാട്ടിലെ ട്രെയിൻ പോലെ തിക്കും തിരക്കോ അല്ലെങ്കിൽ സൗണ്ടുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. നല്ല രീതിയിൽ എൻജോയ് യാത്ര ചെയ്യാൻ പറ്റും. അത് കംഫർട്ടായിട്ട് ചെയ്യുന്നത്. അതുപോലെ സേഫ്റ്റിക്ക് വേണ്ടി ഇവർ പലതും ചെയ്തിട്ടുണ്ട്. സേഫ്റ്റിക്ക് വേണ്ടി ഫയർ എക്സ്റ്റിങ്ഷനായാലും എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രത്തോളം സേഫായിട്ട് കയറുന്ന അത്രയും സേഫായിട്ട് അവർ അവിടെ ഇറക്കും. കാരണം അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അത് ചെയ്യുന്നത്. കാരണം ഇവർ നമ്മൾ ട്രെയിൻ കയറാൻ നേരത്തായാലും ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്തായാലും അവർ നല്ല രീതിയിൽ റെസ്പോൺസിബിലിറ്റി ചെയ്യുന്നുണ്ട്. പക്ഷേ ടിക്കറ്റ് കമ്പൽസറി ആയിട്ട് എടുക്കണം. നമ്മുടെ നാട്ടിലെ പോലെ ഓടിച്ചിട്ടൊന്നും കയറാനൊന്നും പറ്റൂല. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ഇന്ത്യയിൽ ഡിഫറെൻ്റ് ആണ് ഇവിടെ. അതുകൊണ്ട് ഇവരുടെ റൂൾസ് പാലിച്ചുകൊണ്ട് ഇവരുടെ കൂടെ പോവുകയാണെങ്കിൽ ഇവരെന്ത് ചെയ്യും, നമ്മളെ നല്ല രീതിയിൽ കയറിയിട്ട് നമ്മൾ എത്തേണ്ട സ്ഥാനത്ത് എത്തേണ്ട സമയത്ത് അതുകൊണ്ട് എത്തിച്ചേരും. അതുകൊണ്ട് മലേഷ്യയിലേക്ക് വരുമ്പോൾ എന്തായാലും നിങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ട്രെയിൻ. അങ്ങനെ KL സെൻറ്റർ എത്തി. നമ്മൾ മാത്രമല്ല ഒരുപാട് ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്. മാത്രമല്ല എന്ന് പറയാൻ പറ്റുപോയി, മാസ്ക് കമ്പൽസറി ആണ്. ഞാൻ വീഡിയോയ്ക്ക് ഓഡിയോ ബാഗിട്ട് അവിടെ വെച്ചാണ് ഞാൻ മാസ്ക് വെക്കാൻ പോകുന്നത്. വീഡിയോയ്ക്ക് ഓഡിയോ ബാഗ്
അങ്ങനെ എക്സിറ്റ് ആകാൻ പോവാണ്. നമ്മുടെ യാത്ര, ട്രെയിനിന്റെ യാത്ര ക്ലോസ് ആക്കി എക്സിറ്റ് ആകാൻ പോവാണ്. അങ്ങനെ എക്സിറ്റ് ആകുമ്പോൾ കുറെ നേരമായി കളിക്കുന്നത്. അതന്നെ വെക്കാം, കുറച്ച് ബാക്കോട്ട് സംസുക, കുറെ നേരമായി ബാക്കോട്ട് നോക്കി സംസുക, അതന്നെ വെക്കാം, കുറച്ച് ബാക്കോട്ട് സംസുക, ബാക്കോട്ട് നോക്കി. സെക്യൂരിറ്റി ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അവസ്ഥ നോക്കട്ടെ എങ്ങനെ. ഓക്കെ, എങ്ങനെ സെക്യൂരിറ്റിനെ സഹായിക്കും ഞാനും നോക്കട്ടെ. എക്സിറ്റ് പോയി ഇറങ്ങി. ഓക്കെ, എങ്ങനെ സെക്യൂരിറ്റിനെ സഹായിക്കും ഞാനും എക്സിറ്റ് പോയി ഇറങ്ങി. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ നമുക്ക് സെൽഫായിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. കാരണം ഇതിനെക്കുറിച്ച് അറിയുന്നവർക്കാണെങ്കിൽ എടുക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ട്രെയിനിന്റെ സെർച്ചും കാര്യങ്ങളും, ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തിയെന്നു അതേപോലെ നമ്മളെ സ്റ്റാറ്റസ് നോക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് വന്നിട്ട് ഇവിടെ ചെയ്താൽ മതി. നമുക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കൗണ്ടർ ഉണ്ട്, ഇൻഫർമേഷൻ കൗണ്ടർ ഉണ്ട്, അവിടെ പോയി ചോദിക്കാം. അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സ്റ്റാഫിനെ വിളിക്കുകയാണെങ്കിൽ അവരും കാണിച്ചു തരും, അവിടെ പോയി ചോദിക്കാം. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. മലേഷ്യൻ ഫ്ലാഗ് ഒക്കെ വെച്ചിട്ട് ഇതാണ് ടിക്കറ്റ് നമ്മൾക്കാണ് KL സെന്റർ ഒക്കെ വരുന്നത്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അകത്തൊരു ലേഡി ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ മുസ്ലിംസ് അധികം ഉണ്ടാവുന്നതാണ്. കാരണം ഓൾമോസ്റ്റ് അധികം മുസ്ലിംസാണ് അവിടെ കാണുന്നത്. എല്ലാ ഓഫീസുകളിലായാലും എല്ലാ കാര്യങ്ങളും മുസ്ലിംസാണ് കാണുന്നത്. അധികം മുസ്ലിംസാണ് അവിടെ കാണുന്നത്. കൂടെ വന്ന ആളെ കാണുന്നില്ല. ഒടുവിൽ വീഡിയോ കോൾ ചെയ്തിട്ടാണ് സ്ഥലം ചോദിക്കുന്നത്. കൂടെയുള്ള ആള് ഈ സ്റ്റേഷൻ തന്നെ ഉണ്ട്. എന്നാലും കാരണം അത്രയും വലുതാണ് സ്റ്റേഷൻ. സ്ഥലം ചോദിക്കുന്നത് കൂടെയുള്ള ആള് ഈ സ്റ്റേഷൻ തന്നെ ഉണ്ട്. എന്നാലും സെൻട്രൽ തന്നെയാണ് ഇൻഫർമേഷൻ സെന്റർ എന്ന് പേരിട്ട്. KL സെന്റർ ഇൻഫർമേഷൻ സെന്റർ. ഓൾറെഡി ഇത് വച്ചിരിക്കുന്ന സെന്റർ തന്നെ പേരിട്ട്. ഓരോ ആഗ്രഹം സാധിച്ചു പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. അതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ടുണ്ട്. ഒരുപാട് പുച്ഛിച്ചവരുണ്ട്, ഒരുപാട് തളർത്തിയവരുണ്ട്. പക്ഷേ സ്ട്രൈറ്റ് ഫോർവേഡ്, മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. KL സെൻറ്ററിൻ്റെ അകത്തുള്ള മോളാണിത്. പക്ഷേ പുറമേ നിന്ന് കാണുമ്പോൾ ഇങ്ങനത്തെ ഒരു മോളിൻ്റെ അകത്തുണ്ടെന്ന് പോലും പറയില്ല. പക്ഷേ അകത്ത് വന്ന് ഇറങ്ങുമ്പോൾ ഒരു എക്സ്കലേറ്റർ വഴി മുകളിലേക്ക് കയറാം. ആ ഓപ്ഷൻ കയറുമ്പോൾ തന്നെ കാണുന്നതാണ്. കണ്ട, ഒരു 6 നിലയുള്ള വലിയൊരു മോളാണത്. വീഡിയോ എടുക്കുമ്പോൾ 2 പെണ്ണുങ്ങൾ വന്നിട്ട് സംസാരിച്ച്. അപ്പോൾ അവരോട് സബ്സ്ക്രൈബ് ചെയ്യിച്ചവർ, അവർ മലയാളി എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവരാദ്യം ചോദിച്ചാൽ കേരളത്തിൽ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ കേരളം അറിയോ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അവർ തമിഴ് കുറച്ചറിയാം. ഇൻട്രൊഡ്യൂസ് Hello. I'm Mahendra. I'm New Zealand from Asia. തമിഴെല്ലാം തരുമില്ല. Tamil. ഇവർക്ക് തമിഴ് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവർ നല്ല സപ്പോർട്ടാണ്. ഇവരിവിടെ വന്നാൽ ഞങ്ങൾ ഫേമസ് ആക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അറിയില്ല, ആകെ ഇവരുടെ പ്രതീക്ഷയിലാണ്. തമിഴ് ഇവിടുത്തെ മലേഷ്യയിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും തമിഴ് തെറ്റുന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങളൊക്കെ. ഓക്കെ, താങ്ക് യു. ഞാൻ പുറത്തിറങ്ങി, മോളിൽ ഇറങ്ങിയിട്ട് ഇവിടുന്ന് ഇനി ബസ്സോ അല്ലെങ്കിൽ ഇച്ചയ്ക്കും വഴി ലിഫ്റ്റ് അടിച്ചിട്ട് എന്തെങ്കിലും ടൗണിലേക്ക് പോവാം. ഇവിടുത്തെ ടാക്സി കാണുന്നുണ്ടോ? ഇവിടെ ബ്രെഡ് കഴിച്ചാലോ? വേറെ റീൽ ചെയ്യാണ്ട് ഇവിടെ നിന്നിട്ട് ഹോട്ടലിൽ ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇത് ഇവിടുത്തെ ഒരു ഹോട്ടലാണ്, 5 സ്റ്റാർ ഹോട്ടലാണ്. എല്ലാം ഇവിടെ അടുത്തടുത്ത് തന്നെയാണ്. കേട്ടോ, പക്ക നീറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. കണ്ടോ, അവിടെ ബസ്സൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവിടെ സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് ആളുകൾ എന്താ സിഗ്നൽ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എല്ലാവരും. ഒരു ബഹളമോ സൗണ്ടോ ഒന്നുമില്ല, ഒരു എന്തെങ്കിലും വേണ്ടാത്ത രീതിയിൽ സംസാരിക്കലോ ഒന്നുമില്ല. എല്ലാവരും നല്ല രീതിയിൽ കോഓപ്പറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇവിടെ നെയിം പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഓഫീസ് കാര്യങ്ങളും ഹോസ്പിറ്റൽ, ഹോട്ടൽ, അവന്യൂ എല്ലാത്തിൻ്റെയൊക്കെ നമ്മൾക്ക് നോക്കിയിട്ട് വേണം നേരെ പോകാം. അതന്നെ, ഇത് മലേഷ്യ സെന്റർ ആണ്. കോഴിക്കോട്, ചെന്നൈ ഒന്നല്ല. നേരെ കാണുന്ന ശരവണ ഭവൻ കാണുന്നുണ്ടാവും. എനിക്കൊന്ന് കേരളത്തിലെ അവരുടെ ആരെങ്കിലും ഹോട്ടലായിരിക്കും. അതിൽ അങ്ങോട്ട് പോവാണ് ഇപ്പോൾ. അവിടെ പോയിട്ട് ഒന്ന് കേരള വിട്ട് നോക്കട്ടെ. അത് വെജാണെന്നാണ് പറഞ്ഞത്. വെജാണെങ്കിൽ വെജ്. ഇവിടെ വന്നിട്ട് ഫുൾ ടൈം നമ്മൾ നോൺ വെജ് കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. ശരവണ ഭവനിലെത്തി. ഇതാണ് കഴിക്കാൻ പോകുന്നത്. സ്പെഷ്യൽ റൈസ് ദോശ, മസാല ദോശ കാണുന്നുണ്ട്. 13 റിങ്കറ്റാണ് വരുന്നത്. ഇതാണ് നമ്മൾ റൂം കാണിക്കാൻ പോകുന്ന ആള്. ആ ഹോട്ടലിൽ കിട്ടിയ ആൾ തമിഴനാണ്. അപ്പോൾ പുള്ളി വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകുന്നു. അങ്ങനെ റൂം പറഞ്ഞ ആൾ അവിടെ വെയിറ്റിംഗ് ആണ്. ആ പുള്ളിയോട് പോയിട്ട് നോക്കട്ടെ. ഇവിടുത്തെ പോകണം നടക്കുന്നൊന്നും കേൾക്കുന്നില്ല. കുറേ നേരമായി ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ വാക്ക് വിശ്വസിച്ച് മാത്രം
പുള്ളിയാണെങ്കിൽ ബൈക്കിലും ഞങ്ങൾ നടത്തത്തിലും. അങ്ങനെ രണ്ടാളുള്ളതുകൊണ്ട് ബൈക്കിൽ കയറ്റിയില്ല. ഇനിയിപ്പോൾ ഒരാളുണ്ടെങ്കിലും കയറ്റുമെന്നറിയില്ല. പുള്ളി അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ പുള്ളി വീണ്ടും മുന്നോട്ട് പോകും. ഓക്കെ, ഒരു ദിവസം അങ്ങനെ പുള്ളി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം എങ്ങാനും എത്തുമെന്ന് അറിയില്ല. അപ്പം എന്തൊക്കെയോ പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട്. വേണ്ട, ഞങ്ങൾ അടുത്തെത്തുമ്പോൾ അങ്ങോട്ട് പോകും. ഇനി ഇതാണോ റൂം? അല്ല, ഇതല്ല. അവരങ്ങോട്ട് പോയല്ലോ. അവർ താമസിച്ച സ്ഥലമല്ലോ പറഞ്ഞേ. ഓക്കെ, ഏതാ ഞങ്ങൾ പോയി നോക്കട്ടെ. സെൻട്രൽ മാർക്കറ്റ് പോകുന്ന നന്നായിരിക്കും അല്ലേ? നല്ലതായിരിക്കും. അങ്ങനെ ഞാൻ ആ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി. കാരണം ആ റൂം വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ ഫെസിലിറ്റി ഒന്നുമില്ല. കാരണം അവർ താമസിക്കുന്ന വീട് തന്നെയാണ്. പക്ഷേ അവർ പറഞ്ഞ റേറ്റ് കുറച്ച് കൂടുതലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റേ ചെയ്തില്ല. കാരണം 100 രൂപ 100 റിങ്കറ്റാണ് അവർ പറഞ്ഞത്. 100 എന്ന് പറയുമ്പോൾ 900 രൂപയോളം വരുന്നുണ്ട്. ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടുത്തെ മലേഷ്യയിൽ തന്നെ വൺ ഓഫ് ദ ഫേമസ് പ്ലേസ് ആണിത്. അതായത് ഇന്ത്യക്കാരും മലേഷ്യൻസും ഒരുമിച്ചാണ് ഇവിടെ ഉള്ളത്. കൂടുതലുള്ളത് കമ്മിയന്മാരാണ്. അങ്ങനെ ഫൈനലി ഞാൻ സെൽഫി സ്റ്റിക്ക് വാങ്ങി. അത് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അല്ല, ഇവിടുത്തെ 50 റിങ്കറ്റ് കൊടുത്ത് വാങ്ങാണ്. അതായത് 25 രൂപയാണ് വന്നിരിക്കുന്നത്. ഇതെന്ന് പറയുമ്പോൾ നാട്ടിൽ ഒരു 500 രൂപ അടുത്തുണ്ടാവും. Subscribe to Zainuzan. Subscribe to Zainuzan. ചായ കുടിച്ച് ഞങ്ങൾ ഇറങ്ങി ഗൈസ്. ഒരുപാട് മനോഹരമായ എക്സ്പീരിയൻസുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് വീഡിയോസ് വരും. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ മലേഷ്യയിലേക്ക് വരുന്നവർ എന്തായിട്ടും ഈ ലിറ്റിൽ ഇന്ത്യ സ്ട്രീറ്റിലേക്ക് വരണം. കാരണം മെട്രോ പറയുന്നത് നേരെ അടുത്ത് തന്നെയാണ്, വാക്ക് ചെയ്യാനേ ഉള്ളൂ. സോ ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം. അതുപോലെ മാക്സിമം ഇവിടെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യുക. വീഡിയോ തുടർച്ചയായിട്ട് കാണാം, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഓക്കെ, സ്റ്റേ ട്യൂൺ, ടേക്ക് കെയർ, ബൈ ബൈ.